ഹായ്, എല്ലാവർക്കും കെഎസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കണതേ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ റിനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഇപ്പോൾ അതാ വീടിൻ്റെ മുൻവശത്തെ ഗേറ്റിൻ്റെ ഭാഗത്തുള്ള ഇൻ്റർലോക്ക് വർക്കുകളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെയും കൂടിയേ ബാക്കിയുള്ളൂ. ഇതോടുകൂടി ഇൻ്റർലോക്ക് വർക്ക് ഏകദേശം കഴിയാറായി കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പോളിഷിംഗ് പണി കൂടി ബാക്കിയുണ്ട് കേട്ടോ. അത് നമ്മൾ പെയിൻറ്റിങ് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കണത്. ഇതിപ്പം ഡൈനിങ് ഹാളിൽ ഒരു AC ഫിറ്റ് ചെയ്യാണ് കേട്ടോ. അതിൻ്റെ പണി കഴിഞ്ഞപ്പോഴേക്ക് തന്നെ മൊത്തം ചെളിവെള്ളമായി. ലാസ്റ്റ് ഞാനും മോനും കൂടെ തന്നെ അത് വൃത്തിയാക്കി. ഈ ഒരു ഭാഗത്തെ ചുമരിലാണ് കേട്ടോ TV യൂണിറ്റ് ഫിറ്റ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ട ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ മുമ്പേ ചെയ്ത് വെച്ചു കേട്ടോ. ഇവരിപ്പം ACയുടെ ഔട്ട്ഡോർ പുറത്ത് ഫിറ്റ് ചെയ്യുകയാണേ. വീടിൻ്റെ 4 ഭാഗത്തെ ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ട് തന്നെ വീടിൻ്റെ ഉൾവശത്ത് ഇപ്പം നല്ല ചൂടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഡൈനിങ് ഹാളിൽ AC ഫിറ്റ് ചെയ്യണത്. പിന്നെ വീടിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ പുറത്തും അകത്തെയും ഒക്കെ തേപ്പ് ഇതിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കണത്. അപ്പോൾ അവർ പെയിൻറ്റിങ് ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പം കോഴിക്കോട് ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെയിൻറ്റിങ് പണികളൊക്കെ അവതാളത്തിലാവും എന്നുള്ള ചെറിയൊരു പേടിയുണ്ട്. 2-3 ദിവസം മഴ പെയ്യാണ്ടിരുന്നാൽ നന്നായിരുന്നു. ഇതാ ഇവരിപ്പം TV യൂണിറ്റ് ഫിറ്റ് ചെയ്യാണ് കേട്ടോ. ഈ ഒരു വർക്ക് അവരൊരു ദിവസം കൊണ്ട് തന്നെ തീർത്ത് തന്നു കേട്ടോ. അപ്പം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലാണ് കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കണേ. ഉൾഭാഗത്തെ പണി ആയതുകൊണ്ട് തന്നെ ഈ പൊടിശല്യം ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദനയും ജലദോഷമൊക്കെ വരുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടിയാലും വീടൊക്കെ നല്ല ഭംഗിയായി കിടക്കുമല്ലോ എന്നാണ് കേട്ടോ മോൻ പറയണത്. അപ്പോൾ ഈ വർക്ക് ഞങ്ങൾക്ക് ചെയ്തു തന്നതേ മലപ്പുറം ചേളാരിയുള്ളൊരു ടീമാണ് കേട്ടോ. ഈ ഒരു വർക്ക് കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ നിന്നും വാങ്ങിയൊരു TV ആണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതും കൂടി ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്യണം. പിറ്റേന്ന് തന്നെ അവരുടെ സർവീസ് സെൻറ്ററിൽ നിന്നും ആൾ വന്നിട്ട് TV ഒക്കെ അടിപൊളിയായിട്ട് ഫിറ്റ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണേ. 2 മാസം കൊണ്ട് വീട്ടിലെ എല്ലാ വർക്കുകളും തീർക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. പക്ഷെ പണിക്കാർ വരാൻ വൈകിയതുകൊണ്ട് തന്നെ ഇപ്പം 3 മാസത്തോളമായി പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിഷുവിൻ്റെ മുന്നേ തന്നെ പെയിൻറ്റിങ്ങും കൂടി തീർക്കണം എന്നാണ് വിചാരിക്കണത്. ഇനിയിപ്പം ഡൈനിങ് ഹാളിലെ പഴയ വാഷ് ബേസ് മാറ്റിയതിന് ശേഷം പുതിയൊരു വാഷ് ബേസ് വെച്ചു കേട്ടോ. ഈ ഒരു ഭാഗത്തെ ചുമരിൽ കുറച്ച് ടൈൽസൊക്കെ പതിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പൊളിച്ച് മാറ്റേണ്ടി വന്നു. ഇനി കുറച്ചുകൂടി പണികൾ ഇവിടെ ബാക്കിയുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് വിട്ടു കേട്ടോ. വീടിൻ്റെ ടെറസൊക്കെ ഇനി പ്രഷർ വാഷർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണേ. വീടിനടുത്തുള്ള പറമ്പിലൊക്കെ അത്യാവശ്യം മരങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചവലയൊക്കെ കൊഴിഞ്ഞിട്ട് ടെറസുമിൽ നന്നായിട്ട് തന്നെ പൂപ്പ് പിടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെയൊക്കെ പെയിൻറ്റിങ് വർക്കിൻ്റെ ക്ലിപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോണ്ടെന്ന് വിചാരിച്ചിട്ടേ ഞാനതൊക്കെ ഒഴിവാക്കി. ഞങ്ങളുടെ ഈ ഭാഗത്തെ നായ്ക്കളുടെ ശല്യം കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മതിൽ ചാടിയാണ് അവർ ഉള്ളിലേക്ക് കയറുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടേ മതിലിൻ്റെ മുകളിൽ ഷീറ്റ് വെക്കുകയാണേ. ഞാൻ ഉദ്ദേശിച്ചതേ ഞങ്ങളുടെ ഡോങ്കനെയും ഫ്രണ്ട്സിനെയും അല്ല കേട്ടോ. അല്ലാണ്ട് തന്നെ ഒരുപാട് നായ്ക്കൾ രാത്രി മതിൽ ചാടി വന്നിട്ടേ ചെരുപ്പും മറ്റു സാധനങ്ങളൊക്കെ കടിച്ചുകൊണ്ട് പോകുക ചെയ്യാം. അപ്പോൾ ആ ഒരു ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മതിലിൻ്റെ മേലെ ഇങ്ങനെ ഷീറ്റ് വെക്കണത്. ഞങ്ങളുടെ വീടിൻ്റെ സൈഡ് ഭാഗത്തെ മതിലിനെ അല്ലെങ്കിൽ ഹൈറ്റ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി കല്ല് പടവ് ചെയ്ത് ഹൈറ്റ് കൂട്ടണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഷീറ്റ് വെക്കുമ്പോഴേ ഉയരം കൂടി കിട്ടുകയും ചെയ്യും. എന്നാൽ നായ്ക്കളുടെ ശല്യം ഉണ്ടാവില്ല. ഈ ഒരു ഇൻഡസ്ട്രിയൽ വർക്കിന് 2 പേരാണ് കേട്ടോ വന്നിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് തന്നെ അവർ ഈ വർക്ക് തീർത്ത് തന്നു. വീടിൻ്റെ പിൻഭാഗത്തുള്ള ഞങ്ങളുടെ അലക്കുകല്ലാണ് കേട്ടോ ഇത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചപ്പോഴേ ഇതിൻ്റെ വർക്ക് മുഴുവനായിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ ടൈലൊക്കെ പതിച്ചിട്ട് ഫുൾ വർക്കും കഴിഞ്ഞിട്ടുണ്ടേ. ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് പാത്രം കഴുകാം, അപ്പുറത്ത് തുണി അലക്കാം. വേസ്റ്റൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടാങ്കാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ വീടിൻ്റെ പിൻഭാഗത്തല്ലേ ബാത്റൂമിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. വീടിൻ്റെ പുറത്തുള്ള പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് നല്ലൊരു മഴ കിട്ടി കേട്ടോ. അപ്പം മഴ പെയ്തതുകൊണ്ട് തന്നെ മുറ്റത്തെ പൊടിയൊക്കെ ഒന്ന് പോയി കിട്ടി. മുറ്റമൊക്കെ നല്ല വൃത്തിയായി.
ഇന്നിപ്പോൾ ദാ വീടിൻ്റെ ബോർഡർ പെയിൻറ്റിംഗ് ഒക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കണേ. അത്യാവശ്യം നല്ല വെയിലുള്ളൊരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. ബോർഡറിനൊക്കെ ഒരു ഗ്രേ കളറാണ് കേട്ടോ അടിക്കണത്, ബാക്കി ഭാഗമൊക്കെ വൈറ്റും. ഇപ്പോൾ ദാ വീടിൻ്റെ പെയിൻറ്റിംഗ് പണികളൊക്കെ മുഴുവനായേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുതിയ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ കേട്ടോ. വിഷുവിൻ്റെ തലേന്നാണ് കേട്ടോ മൊത്തം പെയിൻറ്റിംഗ് വർക്കുകളും കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഞാനും മോളും കൂടി വിഷുക്കണിയൊക്കെ ഒരുക്കാൻ പോവുകയാണേ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ വിഷു? കണി വെച്ചോ? അമ്പലത്തിലൊക്കെ പോയോ? വിശേഷങ്ങളൊക്കെ പറയൂ കേട്ടോ കമൻറ്റ് ബോക്സ് വഴി. പുലർച്ചെ 4 മണിക്ക് തന്നെ ഞങ്ങൾ കണി വെച്ചു കേട്ടോ. അതിനുശേഷം അത്യാവശ്യം പടക്കും പൊട്ടിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്കൊന്ന് പുറത്തു പോയി വന്നു. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ റിനോവേഷൻ വർക്കിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.